അടുക്കൽ ഇന്ത്യ സേനാപതി വേണു ശ്രീ പത്മനാഭനിലേക്ക് ഗവൺമെന്റിന് തിരികെത്താം. അടുക്കൽ സേനാപതി വേണു അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലങ്ങളിലൊന്നാണ്, രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളാണ്, ലോകത്തെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്ന ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അതിക്രമങ്ങളുടെ ഒരു നാടായി മാറ്റിയത് രാജ്യം ഭരിച്ച ഭരണകർത്താക്കൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത്തരം ഒരു ചിത്രമാണ് അപ്പാടെ മാറിക്കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ 23 ലക്ഷം വോട്ടർമാരാണ് ജനവിധി എഴുതിയത്. 63.13% പോളിംഗ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതി, മാറിയ ചിത്രവുമാണ് രേഖപ്പെടുത്തുന്നത്. രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോൾ, ഇനി ഒക്ടോബർ 1 മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഈ സ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടാകില്ല. കാരണം അത്രത്തോളം സുരക്ഷയാണ് അവിടെ ഉള്ളത്. ആ സുരക്ഷ ജനങ്ങൾ സ്വയം ഏറ്റെടുത്ത ഒരു സുരക്ഷയാണ്. നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വെടിയൊച്ചയും മുഴങ്ങിയിട്ടില്ല, ഒരു അക്രമങ്ങളും അരങ്ങേറിയിട്ടില്ല. അതിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ ജനാധിപത്യ രീതിയിൽ തന്നെ? സുരേഷേ, ഞാൻ ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. അപ്പോൾ ഒരു 2 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരണം എന്ന് ആമുഖമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കരസേനാ ജീവിതത്തിൽ 3.5 വർഷക്കാലം കശ്മീരിൽ വിവിധ പ്രദേശങ്ങൾ, അതായത് ജമ്മുവില്, കാർഗിലില്, ഇവിടെയൊക്കെ സർവീസ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത്. 3.5 വർഷക്കാലം കശ്മീരിൽ സമ്പൂർണ്ണമായിട്ടും വിവിധ ഭാഗങ്ങളിൽ ആർമി എഡ്യൂക്കേഷൻ കോറിലെ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടിയതാണ്. ഇവിടെ എന്നോടൊപ്പം ഇരിക്കുന്ന പാനലിസ്റ്റ് ബഹുമാനായ കേണൽ സാബ്, അദ്ദേഹവും നിശ്ചയമായും കശ്മീരിൽ ജോലി ചെയ്തിട്ടുള്ള ആളാകും. കശ്മീരിൽ ഏതെങ്കിലും ഡിവിഷനിലോ അല്ലെങ്കിൽ ബ്രിഗേഡിലോ അല്ലെങ്കിൽ യൂണിറ്റിനെയോ കമാൻഡ് ചെയ്ത ആളാണ്. അദ്ദേഹവും കശ്മീർ വളരെ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആർട്ടിക്കിൾ 370 എന്നുള്ള ഒരു ചരിത്രപരമായ പശ്ചാത്തലം ഞാൻ പറയുകയാണ്. അത് ചില ആളുകൾ പറയുന്നത് എന്തോ ഒരു പ്രത്യേകമായ കാരണത്താൽ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച ഒന്ന് എന്നുള്ള നിലയിൽ അതല്ല. അത് ചരിത്രപരമായ ഒരു അനിവാര്യതയുടെ ഘടകമായിരുന്നു. അതങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അന്ന് കാശ്മീരിന്റെ നമ്മളോടുള്ള കൂട്ടിച്ചേർക്കൽ അതിന്റെ പൂർണ്ണതയിൽ എത്തുമായിരുന്നു. ഞാൻ ഒരു വാചകം, അതായത് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്നുള്ള രാമചന്ദ്ര ഗുഹയുടെ ഒരു പുസ്തകം ഇംഗ്ലീഷ് പതിപ്പാണ്, അതിന്റെ മലയാളം തർജിമ. ഞാൻ അതിൻ്റെ അകത്ത് ഒരു സെന്റൻസ് അങ്ങോട്ട് ഒരു അറിവിലേക്കായി. മഹാരാജാവ് ഹാരി സിംഗ് അപ്പോഴും സ്വാതന്ത്ര്യം എന്ന സ്വപ്നം കൈവിട്ടിട്ടില്ല. ഒക്ടോബർ 12, അതായത് ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഒക്ടോബർ 12 ജമ്മു കശ്മീർ ഉപപ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സൗഹൃദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. നിരന്തരമായ അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ ആഗ്രഹമില്ല. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ബലം പ്രയോഗിക്കാൻ തുനിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നിലപാട് മാറ്റുന്ന കാര്യം ചിന്തിക്കൂ. കിഴക്കിലെ സ്വിറ്റ്സർലൻഡ് സമ്പൂർണമായും നിഷ്പക്ഷമായ ഒരു നാട് ആകണം കശ്മീർ എന്നാണ് മഹാരാജാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഉപപ്രധാനമന്ത്രി ഡൽഹിയിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ കൊടുത്ത ഭാഗമാണ് രാമചന്ദ്ര ഗുഹ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ബലം പ്രയോഗിക്കാൻ തുനിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നിലപാട് മാറ്റൂ എന്ന കാര്യം ചിന്തിക്കൂ. ഈ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വടക്ക് നിന്ന് ആ നാട്ടുരാജ്യത്തെ ആയിരക്കണക്കിന് സായുധർ ഉൾപ്പെട്ട ഒരു സേന ആക്രമിച്ചു. ഒക്ടോബർ 22 അവർ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രവിശ്യകളെ കശ്മീരിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തി കടന്ന് തലസ്ഥാനമായ ശ്രീനഗറിലേക്ക് അതിദ്രുതം നീങ്ങി. ശേഷം ചരിത്രത്തിന്റെ ഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മുസ്ലിം ഭൂരിപക്ഷവും ഹിന്ദു രാജാവ് ഹാരി സിംഗ്. ജുനഗഡിന്റെ സമാനമായ അവസ്ഥയായിരുന്നു. ജുനഗഡിൽ മുസ്ലിം രാജാവും ഹിന്ദു ഭൂരിപക്ഷവും. ഈ രണ്ടിടത്തെയും ഭരണാധികാരികളുടെ തീരുമാനം അവിടുത്തെ ജനഹിതത്തിന് അനുസൃതമല്ല എന്നുള്ളതാണ് പിന്നീട് ചരിത്രത്തിന്റെ ഭാഗം. അത് നമുക്ക് അവിടെ നമ്മുടെ വിശദീകരണം അതല്ല നമ്മളെ സംബന്ധിച്ച്. അപ്പോ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ചേർന്നിട്ടില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു രാജ്യം. ഞങ്ങൾ സ്വിറ്റ്സർലൻഡ് പോലെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ നിൽക്കുന്നു. ആരെങ്കിലും ഞങ്ങളെ ആക്രമിച്ചാൽ മാത്രമേ അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കൂ. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ BR അംബേദ്കറെ പോലെ പ്രഗത്ഭരായ ആളുകൾ
ഇനി നെഹ്റു നിങ്ങൾക്ക് വിരുദ്ധനാണ്, നെഹ്റുവിനെതിരെ നിങ്ങൾക്ക് പറയാം. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകൾ അവരെല്ലാം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗിൽ കമ്മിറ്റിയിൽ വളരെ ഗഹനമായി ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തവരാണ്. അപ്പോൾ ഒരു കാര്യവുമില്ലാതെയാണോ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കൂട്ടിച്ചേർത്തത്? അത് ചരിത്രപരമായ ഒരു അനിവാര്യമായിരുന്നു. പക്ഷെ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഒരു എന്താ പറയുക കൽപ്പാന്ത കാലത്തോളം അല്ല, അനിവാര്യമായ ഘട്ടം വരുമ്പോൾ അതിനെ മാറ്റാം എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ശ്രീ അനന്തപത്മനാഭൻ അവരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 52 മുതൽ ഏതാണ്ട് 80-85 വരെ കശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. കശ്മീർ എന്തോരം മനോഹരമായിരുന്നു. സുരേഷെ, പഴയ ഹിന്ദി ഗാനങ്ങൾ നോക്കണം. എല്ലാ ഹിന്ദി ഗാനങ്ങളിലും അന്ന് അമിതാഭ് ബച്ചന്, ഋഷി കപൂർ, പ്രഗത്ഭനായ വിനോദ് ഖന്ന, അങ്ങനെയുള്ള നായകന്മാരെല്ലാം നായികമാരുമായിട്ട് അവരുടെ ഗാനരംഗങ്ങൾ ബഹുഭൂരിപക്ഷവും ചിത്രീകരിച്ചിട്ടുള്ളത് കശ്മീരിലെ ഡാൽ ലേക്കിലും അതിന്റെ പരിസര പ്രദേശമാണ്. മനുഷ്യൻ വളരെ അതായത് ഇത്ര എന്താ പറഞ്ഞ ആളുകൾ ഫ്രീ ആയിട്ട് ടൂറിസ്റ്റ്. ഇപ്പൊ ഡെന്നി സാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ചുകൂടി എന്നേക്കാൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ അദ്ദേഹം പ്രാപ്തനാണ്. അന്ന് അവിടെ ഒരു സംഘർഷവും ഇല്ല. ഇനി കശ്മീരിലെ സംഘർഷം ആരാണ്? 250 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം വിട്ടുപോകുന്നത് അവൻ സന്മനസ്സോടുകൂടി പോയതാണോ? അല്ല. ഇവിടെ ഉയർന്നു വന്ന സമരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ വിട്ടുപോയി. അവൻ വിട്ടുപോയ സമയത്ത് സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി വിട്ടുപോയപ്പോൾ എണ്ണക്കിണർന്ന് മുഴുവൻ തീ വെച്ചതുപോലെ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും തകർക്കണം. ഇതിനെ 560 കഷ്ണമാക്കാമെങ്കിൽ അത്രയും. അവസാനം 2 കഷ്ണമെങ്കിലും ആക്കി ആ കഷ്ണത്തിൽ പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ എരുതിയും കൊടുത്തിട്ട് പോയതാണ്. അതല്ലാതെ നമ്മളെ നന്നാക്കാനായിട്ടാണോ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് 1947 ഓഗസ്റ്റ് 15 പോയത്? ഇനി ഒരു കാര്യം കൂടെ, അവിടെ ഒരുപക്ഷെ ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്താ പറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടി അല്ല ലേബർ പാർട്ടിക്ക് പകരം കൺസർവേറ്റീവ് പാർട്ടിയാണ് പിന്നെയും ജയിച്ചത് എങ്കിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം അപ്പോഴും കിട്ടത്തില്ല, കുറച്ചുകൂടി പിന്നെയും നീളാം. ഏതായാലും സ്വാതന്ത്ര്യം കിട്ടാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ചർച്ചില് തെരഞ്ഞെടുപ്പിൽ തോക്കുകയും കൺസർവേറ്റീവ് പാർട്ടി തോക്കുകയും എന്താ പറയുക ലേബർ പാർട്ടി വരികയും ചെയ്തതോടുകൂടിയാണ് ഈ അധികാര കൈമാറ്റം കുറച്ചുകൂടി 47 തന്നെയായത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യക്ക് ചെയ്യാവുന്ന ഏത് ദോഷങ്ങളും, കാരണം ഇതൊരിക്കലും നന്നാകരുത്, ഇത് കത്തിത്തീരണം, ഇത് നശിക്കണം എന്ന് വിചാരിച്ച എണ്ണക്കിണർ തീ വെച്ച പോലെ തീ വെച്ചിട്ട് അവർ പോയതാണ്. അവര് തീ വെച്ചിട്ട് പോയ ആ തീവെപ്പിന്റെ അതിന്റെ ഒരു കത്തി ജ്വലിക്കലാണ് അതിപ്പോഴും. അപ്പോ ഒരു 80-85 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാന് കശ്മീരിൽ ഇടപെടാൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് അവർ പിന്നെ മനസ്സിലാക്കിയത് ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, അത് പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദമാണ്. തന്നെയാണ് യാഥാർത്ഥ്യം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മഹാരാജ ഹരിസിംഗിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ സൂചിപ്പിക്കേണ്ട അത് ചരിത്രമാണ്. അവിടെയും തന്നെ ആ ഒരു പരമാധികാര രാജ്യമായിട്ട് വേണം എന്ന് പറഞ്ഞവർ തന്നെ ഭരണഘടനാപരമായ സാധുത എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം, തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നത് ചരിത്രം തന്നെയാണ്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഇടപെടൽ, അവിടെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം, തീവ്രവാദ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിയ ഒരു സാഹചര്യം, അവിടെയാണ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് അടക്കം കൂട്ടത്തോടെ ആ ജന്മസ്ഥലം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നത്, കൂട്ടപലായനം നടത്തേണ്ടി വന്നത്, അരിംകൊലയാണ് അവിടെ നടന്നത്. അതും ചരിത്രമാണ്, അതും കാണാതെ പോകരുത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും നിലവിൽ ഈ കൂട്ടക്കൊല നടന്ന സാഹചര്യത്തിൽ നിന്നാണ് നിലവിൽ ആ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദി സിനിമകളിൽ നമ്മൾ കണ്ടും കേട്ടും പരിചരിച്ച ആ ഒരു നാട്, ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ ഇടപെടൽ, ആ പാകിസ്ഥാനെ വളർത്തിയ ഭാരതത്തിലെ തന്നെ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ, അതിനൊരു അറുതി വന്നത് അവിടുത്തെ ജനങ്ങളുടെ സമാധാനം വീണ്ടും തിരിച്ചെത്താൻ സാധ്യമായത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെയല്ലേ? അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു വസ്തുത. അല്ല, അതിനെയൊന്നും നമ്മൾ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അത് ശരി എന്താ പറഞ്ഞ അതിനെയൊന്നും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ അവിടെ മാത്രമല്ലെന്നേ, നമ്മൾ ഇതിലും ഭയാനകമായ വിസ്ഫോടകമായ സ്ഥിതിവിശേഷമായിരുന്നു പഞ്ചാബിൽ 80കളുടെ പകുതിയിൽ. ഖാലിസ്ഥാൻ തീവ്രവാദവും ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായ കലാപവും, ട്രാൻസിറ്റ് ബോംബ് വെച്ച് ദിനം പ്രതി ആളുകൾ, നമ്മുടെ ദൈനിക് ഹിന്ദു ജാഗരണം എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്ററായിരുന്ന ലക്ഷ്മൺ സിംഗ്, അങ്ങനെയാണ് എന്റെ ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ വധിച്ചത്. ഞാൻ പറഞ്ഞത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ കശ്മീർ. അവിടെ ഞങ്ങളുടെ ബിയാൻ സിംഗ് മുഖ്യമന്ത്രി, അദ്ദേഹം എന്താ പറഞ്ഞ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. ഒരുപാട് രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ സമാധാനം ഉണ്ടായി. അത് ചരിത്രപരമായിട്ട് അവിടെ ഉണ്ടായത്.